ഹായ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ എംബ്രോയിഡറിയുടെ ഫസ്റ്റ് ക്ലാസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മെറ്റീരിയൽസും കൂടി കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് വൺ മിററാണ് കേട്ടോ. നമുക്ക് ക്ലോത്തിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മിററാണ്. ഇത് പല ഷേപ്പിലും പല സൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ മിററിൻ്റെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് ഡ്രസ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ ഇതിന് മിററിന് ചുറ്റും എംബ്രോയിഡറി സ്റ്റിച്ചുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിം നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാം. അതും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രേസിങ് പേപ്പറാണ്. ഈ ട്രേസിങ് പേപ്പർ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റാത്തവരായിരിക്കും കുറേ പേരൊക്കെ. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പിക്ചർ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുക, പ്രിൻ്റ് എടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു പിക്ചറിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ട്രേസിങ് പേപ്പർ വെച്ചാൽ നമുക്ക് കണ്ട പിക്ചർ മുകളിലേക്ക് കാണാൻ പറ്റും. അതിനി നമുക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ ഒരു ട്രേസിങ് പേപ്പർ. ഇത് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പിക്ചേഴ്സൊക്കെ ഒന്ന് വരച്ച് വെച്ച് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. ഈ സെയിം പിക്ചർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കളയാതിരുന്നാൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് തവണ 2-3 തവണയൊക്കെ ഇതിങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ കീറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കൂർത്ത പെൻസിലിൻ്റെ മോനെയൊന്നും വെച്ച് ഇതിൽ വരയ്ക്കരുത് കേട്ടോ, കാരണം പെട്ടെന്ന് കീറും ഇത്. ഇനി ഇത് നമ്മൾ കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വര വരികയാണ്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് കീറും. കാർബൺ പേപ്പറിലൊന്ന് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത് കീറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു വാട്ടർ പെന്നാണ് കേട്ടോ. വാട്ടർ എറൈസബിൾ പെന്നാണ്. ഈ ഒരു പെന്നിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഡ്രസ്സിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കഴിഞ്ഞാൽ ആ മഷി മാഞ്ഞു പോകും. ഇങ്ങനത്തെ ഒരുപാട് പെൻസിലുകളുണ്ട് കേട്ടോ. നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പെൻസിലുണ്ട്, അതുപോലെ പെൻ തന്നെയുണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്താൽ പോകുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഈ ഒരു പെൻ തന്നെയാണ് യൂസ് ചെയ്യാറ്, കാരണം ഇതിൻ്റെ മോനെ കണ്ടോ നല്ല ഷാർപ്പാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പാറ്റേൺ വരച്ചെടുക്കാൻ പറ്റും. പെൻസിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോനെ കുറച്ച് നേരം നമ്മൾ വരച്ച് കഴിയുമ്പോൾ ആ ഒരു കൂർമ്മത പോവും. അപ്പോൾ നമുക്കത് കുറച്ച് കട്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു പെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പെന്നോ പെൻസിലൊക്കെ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ചോദിച്ച് വാങ്ങിക്കുക. സാധാരണ പെൻസിലൊന്നും നിങ്ങൾ തുണിയിൽ വരയ്ക്കരുത് കേട്ടോ, അത് പോവില്ല. അപ്പോൾ നിങ്ങളത് ചോദിച്ച് എറൈസബിൾ പെൻ അല്ലെങ്കിൽ പെൻസിൽ തന്നെ വാങ്ങിക്കുക. ഹീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴോ പോകുന്ന ടൈപ്പ് തന്നെ വാങ്ങിക്കുക. ഇനി നമുക്ക് എംബ്രോയിഡറി ഫ്രെയിമിലേക്ക് ക്ലോത്ത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എംബ്രോയിഡറി ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിൽ നിന്ന് 4 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് ഫുള്ളായിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രം ഇതുപോലെ വെച്ചിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ട് ഞാൻ 2 രീതിയിലും കാണിക്കാം കേട്ടോ. കട്ട് ചെയ്യാണ്ട് ആദ്യം കാണിക്കാം. ഇനി നമ്മൾ ഫ്രെയിം ഇങ്ങനെയാണ് വരുന്നത്, 2 പീസാണ് വരുന്നത്. ഇതിൻ്റെ സ്ക്രൂ വരുന്ന ഭാഗം നമുക്ക് മുകളിലേക്കാണ് വരുന്നുണ്ട്. സ്ക്രൂ ഇല്ലാത്ത ഈ ഒരു ഭാഗം നമ്മുടെ ക്ലോത്തിൻ്റെ താഴേക്ക് പോകണം, ഇതുപോലെ താഴേക്ക് പോകണം. ഇനി നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 സൈഡിലും കുറച്ച് ലെങ്ത്ത് നീക്കിയിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ അതിനെ ലോക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതുപോലെ വെക്കണം. സ്ക്രൂ ഈ ഒരു രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് സ്ക്രൂവിൻ്റെ ആ ഒരു ലോക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ രണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിയിൽ വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ അടിയിലേക്ക് പോകും, അതായത് പ്രസ്സായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെയാണ് വരിക. ഇനി ഇതുപോലെ നമ്മൾ ക്ലോത്തിനെ പിടിച്ച് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. സ്ക്രൂ ലൂസായിട്ട് തന്നെ വെക്കുക, ഒരുപാട് ലൂസല്ല, ഒരു മീഡിയം ലൂസിൽ തന്നെ സ്ക്രൂ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ തുറന്നിട്ട് 2 പീസാക്കി എടുത്തില്ലേ, ആ സ്ക്രൂവിനെ ടൈറ്റ് ആക്കാതെ തന്നെ നമ്മളൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ക്ലോത്ത്. എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മളിത് സ്ക്രൂ പിടിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലോത്ത് വലിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ക്രൂ ലൂസിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ക്ലോത്ത് ഇതുപോലെ എല്ലാ സൈഡും വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ 2 കൈ കൊണ്ടും വലിച്ച് എല്ലാ സൈഡും ടൈറ്റ് ചെയ്ത് പോവുക. ഓരോ സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേ സൈഡൊന്ന് ലൂസായി വരും. അപ്പോൾ അതൊന്ന് ഇതാക്കി കൊടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ നമ്മുടെ മുകളിലെ ഫ്രെയിം ചിലപ്പോൾ ഒന്ന് പതുക്കെ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക ടൈറ്റ് ആവുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ കുറേശ്ശെ നമ്മുടെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് പോകും. ഒറ്റയടിക്ക് ഫുള്ള് ടൈറ്റ് ചെയ്ത് പോകരുത്. കുറേശ്ശെ ടൈറ്റ് ചെയ്ത് വീണ്ടും വലിച്ച് ടൈറ്റാക്കി ലാസ്റ്റിൽ നമ്മൾ ഫുള്ള് സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ.
കേട്ടോ. ഇതിങ്ങനെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വുഡൻ്റെ ഫ്രെയിം തന്നെ വാങ്ങിക്കാം. പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്നതോറും ലൂസായി പോകും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം മുകളിലേക്ക് വരുന്നത്, അപ്പോൾ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക താഴേക്ക് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൽമൽ ക്ലോത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു മൽമൽ ക്ലോത്ത് അല്ലാന്ന്. നമ്മുടെ ഇവിടെ മൽമൽ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ 7 അടുപ്പുള്ള ക്ലോത്താണ് കേട്ടോ കിട്ടുക. നിങ്ങൾ വാങ്ങുമ്പോൾ പോപ്ലിൻ ക്ലോത്ത് എന്ന് അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വാങ്ങുക. നല്ല 7 അടുപ്പുള്ള ക്ലോത്ത് വാങ്ങിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാനിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് പോകുന്നത്. ബാക്കിലുള്ള ഫ്രെയിമും ഒന്ന് പ്രസ്സാക്കി പിടിച്ചിട്ടാണ് ഞാനിതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് ചെയ്യുക കേട്ടോ. നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലോത്ത് അല്ല, ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ 4 സൈഡിലേക്കും കുറച്ച് തള്ളിയിട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെയാവും കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം. കാരണം ചെറിയൊരു പീസ് മാത്രം പിടിച്ച് വലിച്ചാൽ മതിയില്ല, അല്ലെങ്കിൽ ഒരു സൈഡ് ഫുൾ ലെങ്ത്തിലേക്ക് എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ എല്ലാ സൈഡും ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിച്ചിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറിക്കുന്ന പോലെ, വിരൽ തെറിക്കുന്ന പോലെ അത്രയും ടൈറ്റിൽ നിൽക്കണം എംബ്രോയിഡറിയുടെ ആ ഒരു ഫ്രെയിമിൽ ക്ലോത്ത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രെയിം ഫുൾ ടൈറ്റിൽ പ്രസ്സാക്കി കൊടുക്കാം, പിന്നെ അത് ലൂസായി പോരില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് പിക്ചർ ട്രേസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ വരച്ച് വെച്ച പിക്ചറാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ നേരത്തെ വരച്ച് വെച്ച പേപ്പർ, കാർബൺ പേപ്പർ, ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് ആ ക്ലോത്തിലേക്ക് കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു കളർ കാർബണാണ് കേട്ടോ ക്ലോത്തിലേക്ക് വേണ്ടിയിട്ട് എടുക്കുക. മഞ്ഞ കളർ കാർബണാണ് നമ്മൾ ക്ലോത്തിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ആദ്യം നമുക്ക് എവിടെയാണോ പിക്ചർ വരേണ്ടത് അവിടേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ പിക്ചർ അതിൻ്റെ മുകളിൽ വയ്ക്കുക. നിങ്ങൾക്കിത് ഒരു മുട്ട് സൂചിയൊക്കെ വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്ലോത്തുമ്മയും ഈ ഒരു പേപ്പറുമ്മയും ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്കാക്കി കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. 2 വട്ടമൊക്കെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ പെൻസിലിൻ്റെ മുന നല്ലപോലെ കൂർപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കരുത്, അപ്പോൾ പെട്ടെന്ന് കീറും. നമ്മൾ 2 വട്ടമൊക്കെ വരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കീറും. അപ്പോൾ അതേ നമുക്കിതുപോലെ ട്രേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാഞ്ഞു പോകും, നമ്മൾ കൈയൊക്കെ തൊട്ട് വരുമ്പോൾ മാഞ്ഞു പോകും എംബ്രോയിഡറി ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പെൻസിലാണോ പെന്നാണോ ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ഒരു വട്ടം കൂടി ഒരു കോട്ടിങ് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് മാഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ കാർബൺ പേപ്പറിൻ്റെ ആ ഒരു കളർ മാഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് പാറ്റേൺ ഒക്കെ വരച്ചെടുക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡിസൈനുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അത് നമുക്ക് ഈസി ആയിട്ട് ഇതൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് നമുക്കത് ട്രേസ് ചെയ്തെടുക്കാനും പറ്റുന്ന ആപ്പുകൾ. അതിലാദ്യത്തെ വൺ എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് ആണ് കേട്ടോ. പിൻട്രസ്റ്റും പേപ്പർ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിലേക്ക് കയറുക. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തതൊക്കെയാണ് അതിൽ വരിക. ഇനി നമ്മൾ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുകളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഏത് പാറ്റേൺ ആണോ വേണ്ടത്, അപ്പോൾ ഞാനിവിടെ ഫ്ലവർ പാറ്റേൺ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ എംബ്രോയിഡറി പാറ്റേൺസ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാറ്റേൺസ് വരും. അതൊന്ന് അവിടെ സെർച്ച് ചെയ്തിട്ട് താഴെ സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലവർ പാറ്റേൺ അടിച്ചു കൊടുത്ത കാരണം ഫ്ലവറിൻ്റെ ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഫ്ലവറുകൾ, അതുപോലെ ഫ്ലവർ ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നമുക്ക് ഡിസൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കണ്ടോ, എംബ്രോയിഡറി ചെയ്യാനുള്ള ഇതാണ്. നിങ്ങൾ ഡയറക്റ്റ് എംബ്രോയിഡറി പാറ്റേൺസ് എന്ന് അടിച്ചു കൊടുത്താൽ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഏത് പാറ്റേൺ ആണ് വേണ്ടത് അത് അവിടെ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 ഫ്ലവർ വരുന്നത്, ഞാൻ സിംഗിൾ ഫ്ലവർ വെച്ചിട്ട് കാണിച്ചു തരാം. എങ്കിലാണ് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ ഫസ്റ്റിലൊക്കെ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതേ നമ്മളൊരു സിംഗിൾ ഫ്ലവർ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ കണ്ടോ ഒരു 3 കുത്ത്, ആ ഒരു 3 കുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡൗൺലോഡ് ഇമേജ് എന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് മുകളിൽ എഴുതി കാണിച്ച ഇമേജ് ഡൗൺലോഡ്, നമ്മുടെ ഗാലറിയിലേക്ക് അത് നേരെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പാണ് പേപ്പർ കോപ്പി കേട്ടോ. പേപ്പർ കോപ്പി, അതിലേക്ക് നമ്മളിത് അതുപോലെ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഗാലറിയിലേക്കാണ് ആദ്യം കയറുക. ആ ഒരു ആപ്പിൽ ഗാലറിയിലേക്ക് കയറും. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ വേറൊരു ഫ്ലവറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും. അതായത് പ്രസ് നമ്മളെന്താണ് വോളിയം കുറയ്ക്കുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്ക്രീന് ലോക്കാവും അൺലോക്കാവും എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ താഴെ ഓക്കെ ഐ ഗോട്ട് ഇറ്റ് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാതെ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മളിത് ഈ ഒരു രീതിയിലായിരിക്കണം. നമ്മുടെ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അത്
നീങ്ങുന്നത് ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം കുറയ്ക്കണം. അതായത് വോളിയം ലോ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടോ നമ്മുടെ ആ ഒരു പിക്ചർ സ്ക്രീനിൽ ലോക്കായില്ലെങ്കിൽ നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ടച്ച് ചെയ്ത് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഇനി ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ നമ്മുടെ വോളിയം ലോ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്കായി കണ്ടോ. പിന്നെ വീണ്ടും സ്ക്രീന് അനങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിലേക്ക് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ലോക്കൊക്കെ ആക്കി വെച്ചു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണ്ട സൈസിൽ നമ്മുടെ സ്ക്രീനിനെ ലോക്കാക്കി. ഇനി ഇത് ഇതുപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു പോപ്ലിംഗ് ക്ലോത്ത് ആയ കാരണമാണ്. നിങ്ങളുടെ കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ നമ്മൾ നമ്മുടെ ട്രേസിങ് പേപ്പറിലേക്ക് എടുക്കുക. അതിന് ശേഷം ട്രേസ് ചെയ്തെടുക്കുക കാർബൺ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പാറ്റേൺ ഈ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. വേറെ എവിടെയും നിങ്ങൾ പോയി എടുക്കേണ്ട കാര്യമില്ല. പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. നേരെ ട്രേസിങ് പേപ്പറിലേക്ക് അത് ട്രേസ് ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ മൊബൈൽ വെച്ചിട്ട് എടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. വേറെ വെറുതെ ട്രേസിങ് പേപ്പറിലൊന്നും എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്തിലേക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ എത്ര പെർഫെക്ഷനോടുകൂടിയാണ് വരച്ചത് നോക്കും. നമ്മൾ ആദ്യം വരച്ചതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് താഴെയുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലോത്ത് ഫിക്സ് ചെയ്യാനും എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ എംബ്രോയിഡറി സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.